ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിലൊക്കെ കിട്ടാവുന്നത് പോലത്തെ ഒരു മിക്സറാണ്. അതിന് വേണ്ട സാധനങ്ങൾ 2 കപ്പ് കടലമാവ്, 250 ml കപ്പ്, ഇതിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നിരക്കടല, 1/2 കപ്പ് പൊട്ടുകടല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായം പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുഴക്കാൻ ആവശ്യമായ വെള്ളം, പിന്നെ വറുത്തിടാനായിട്ട് 3-4 വറ്റൽമുളക്, 3-4 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യമായ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് മിക്സർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ കുഴച്ചെടുക്കണം. ഈ കടലമാവിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായംപൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത്രയും മതി. ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കടലമാവും ഉപ്പും കൂടെ നല്ലോണം മിക്സ് ആകട്ടെ. മിക്സ് ആയതിനു ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം, വെള്ളം അധികമായി പോകരുത്. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ പരുവത്തിൽ, അതിനേക്കാൾ കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. തച്ചിൽ കൂടി വീഴേണ്ടതാണ്. അല്പം എണ്ണ തടവി കൊടുക്കാം. തച്ചിൽ നിന്ന് വേഗം വീണ് കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ആക്കി കൊടുത്തത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അച്ച്. ഇതിൽ കൂടി പ്രസ് ചെയ്ത്, നൂൽപുട്ടിൻ്റെ അച്ചാണിത്. ഇതിൽ കൂടി പ്രസ് ചെയ്തിട്ടാണ് മിക്സർ ഉണ്ടാക്കുക. ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അച്ചിനും വെള്ളം വെട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവിട്ട് കൊടുക്കുക. ഇത്രയും മതി, ഫുള്ളാക്കണ്ട. ഇത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് മിക്സർ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു വട്ടമുള്ള പാത്രം വേണം മിക്സർ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇത് മിക്സർ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് വട്ടമുള്ള പാത്രം എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇത് അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ചൂടായിട്ടുണ്ട്. വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ചുകൂടി വേണം. തിളച്ച് വരട്ടെ. അതിൽ തിളച്ച് വന്നിട്ടുണ്ട്. അല്പം മാവിട്ട് നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ചുറ്റിച്ചു കൊടുക്കാം. ഇത് അടിയിലും നേരെ ആകാൻ പാടില്ല. ഇങ്ങനെ ഇതിടന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത് ചീന്നുള്ള ഒച്ച അടിമറിച്ച് കൊടുത്തിട്ടുണ്ട്. വീട് കട്ടായി പോയതാണ്. അടിമറിച്ച് കൊടുത്തിട്ടുണ്ട്. പാകമായിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയെടുക്കാം. പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത വെച്ചും ചുറ്റിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട്. അവസാനം വെച്ചാണ് ഇത് മുഴുവനായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലക്കയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. മിച്ചറ് വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമുക്ക് നിരക്കടലേക്ക് ഇട്ട് വറുത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. അധികം ചോക്കണ്ട, ഇത്രയും മതി. ഇത് വറുത്ത് പോരാം. നിരക്കടലൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി പൊട്ടുകടലൊക്കെ ഇട്ട് വറുത്തെടുക്കാം. കടലയ്ക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനിടാം. ഇത് വേണമെങ്കിൽ കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ച്. ഇതായിട്ടുണ്ട്. ഇത് പൊരിയെടുക്കാം. പൊട്ടുകടലയ്ക്കും വറുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തെടുക്കാം. പൊട്ടിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഇതായിട്ടുണ്ട്. ഇത് വറുത്ത് പോരാ. കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സറിനെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഇത് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് പൊടിച്ചെടുക്കേണ്ടതാണ്. കട്ടി വന്ന ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റാം. നല്ല കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലക്കി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം കടലക്കി ഇടുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന്
ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ആദ്യമേ ഇടണ്ട, പൊടിഞ്ഞു പോകും. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എരിവും ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടിയും ലേശം പൊടിയുപ്പും വിതറി കൊടുത്താൽ മതി. ഇനി ഇതും കൂടെ ചേർത്ത് മിക്സറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം കടലയൊക്കെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റിലാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.